ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിക്കുവാൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ഉദ്യമങ്ങളെയും അധ്വാനങ്ങളെയും ഫലസമൃദ്ധമാകുവാൻ, വിജയിക്കുവാൻ, അനുഗ്രഹമാകുവാൻ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയനാഥനിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് വയ്ക്കാം. കർത്താവിന് സമ്പന്നമായ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അപ്പനും അമ്മയും അനുഗ്രഹിക്കുന്ന ഈ പ്രാർത്ഥന, വലിയ കൃപയുടെ ശുശ്രൂഷ, നമുക്ക് നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് അപ്പനായ അമ്മയായ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ വലിയ കൃപകൾ ലഭിക്കും. കർത്താവ് വൻ കാര്യങ്ങൾ അവർക്കായി ചെയ്യും. ആ ബോധ്യത്തിൽ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് 70-ാം സങ്കീർത്തനം 2-ാം വചനം, എൻ്റെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിന്, അവരുടെ ഭാവിക്ക്, സൽപ്പേരിന്, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ, ചതിവ്, വഞ്ചന ചെയ്യുന്ന വ്യക്തികളെ, കൂട്ടുകെട്ടുകളെ നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മക്കളെ അകറ്റിക്കൊണ്ടു പോകുന്ന ചില വ്യക്തികളാവാം. മക്കളുടെ ജീവിതത്തിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് കൂദാശയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും അകറ്റുന്ന ചില വ്യക്തികളാവാം, ചില പ്രസ്ഥാനങ്ങളാവാം, ചില സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളാവാം. എന്തുമായിക്കൊള്ളട്ടെ, മക്കളുടെ ജീവിതത്തിൽ തടസ്സമാണെങ്കിൽ, മക്കളുടെ സൽപ്പേരിന് തടസ്സമാണെങ്കിൽ അതിൽ നിന്ന് മക്കൾ മോചനം നേടുവാൻ, ദൈവകൃപയിൽ നിന്ന് മക്കളെ അകറ്റുന്ന എല്ലാ തിന്മയുടെ മാധ്യമങ്ങളെ ഉപേക്ഷിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ, മക്കളുടെ ജീവിതത്തിന് എതിരാകുന്ന എല്ലാ ചെയ്ത കൂട്ടുകെട്ടുകൾ, വ്യക്തികൾ വിട്ടുമാറിക്കൊണ്ട് മക്കളുടെ അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപയിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കുകയും അങ്ങനെ മക്കൾക്കെതിരെ തുനിയുന്നവർ, ചതിക്കണം, വഞ്ചിക്കണം, അവരെ മോശപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ഉദ്യമങ്ങളെല്ലാം നമ്മുടെ മക്കളുടെ അടുക്കൽ വരുന്നതിന് മുമ്പ് തന്നെ കത്തിച്ചാമ്പലായി പോകുവാനും, ദൈവകൃപയാൽ മക്കൾ സുരക്ഷിതരായി വേർതിരിക്കപ്പെട്ട് എല്ലാ ശത്രുവിൽ നിന്നും വേർതിരിക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനും അനുഗ്രഹപ്രദമായ ജീവൻ നയിക്കുവാനും നമുക്ക് ഇന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 70:2, എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവനെ അപഹരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പരിഭ്രാന്തരായി തീരട്ടെ. ഞങ്ങളുടെ മക്കളുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും വെല്ലുവിളി ഉയർത്തുന്ന എല്ലാവരും യേശുവേ ഞങ്ങളുടെ നാമത്തിൽ പിന്തിരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ ആരോഗ്യവും ആയുസ്സും കൃപകളും കഴിവുകളും അങ്ങയുടെ കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കുകയും അങ്ങനെ സുരക്ഷിതമായ ജീവിതം നയിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.